നമസ്കാരം. ലോകത്ത് ആദ്യമായി ഉണ്ടായ യുദ്ധം അഗ്നിക്ക് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു. പിന്നീട് നിരവധി യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ഒരു യുദ്ധവും തീർച്ചയായും സമാധാനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ലോകം അരിഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം മാത്രമാണ് കേൾക്കുന്നത്. കേരളത്തിലെ സ്ഥിതി വളരെയേറെ വ്യത്യസ്തമാണ്. വാഹനം ഇടിച്ച് നിർത്താതെ പോകുന്ന ആളുകൾ, രാഷ്ട്രീയ കേരളം ചുട്ട് പൊള്ളുകയാണ്. അങ്ങനെ നിരവധി വാർത്തകൾ ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഇതിൽ നമ്മുടെ ചങ്കിൽ തട്ടിയ വാർത്ത ഏതാണ്? അത് അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ജോയ്സ്, നമ്മൾ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധം. അത് ശരിക്കും യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വലിയ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ അതിനപ്പുറത്ത് വലിയൊരു പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം തന്നെ അവിടെ ഉദിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കറിയാം, ഇറാനിലെ ഒരു ജനത എന്ന് പറയുമ്പോൾ 10-40 വർഷമായിട്ട് അടിമകളെ പോലെ അവിടെ കഴിഞ്ഞിരുന്ന ഒരു ജനത, അവർക്ക് ഒരു പ്രതീക്ഷ ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ വന്നിരിക്കുകയാണ്. അതായത് ഇനി അവരുടെ ജീവിതം ഏകദേശം ഒരു തീരുമാനമായതുപോലെ എങ്കിൽ പോലും ഇനി വരുന്ന തലമുറക്കെങ്കിലും അവിടെ വലിയൊരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. അതിനായിട്ട് ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇസ്രായേലും രംഗത്തിറങ്ങിയതും, അതുപോലെ ഇറാനിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതും, ഇറാൻ ചെയ്ത മറ്റ് രാജ്യങ്ങളൊക്കെ കയറി അടിച്ചപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ശത്രുവായിട്ട് ഇനിയിപ്പോൾ ഇറാന് നേരെ ഒരുമിച്ച് നിൽക്കുമോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു രാജ്യത്തിന്റെ, വലിയൊരു ജനസമൂഹത്തിന്റെ വലിയൊരു പ്രതീക്ഷ, അതാണ് നമുക്ക് ശരിക്കും ഈ ഒരാഴ്ചയിൽ ശരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് കുറേ നാളുകളായിട്ട് വലിയൊരു പ്രാചീന യുഗത്തിൽ കഴിഞ്ഞിരുന്ന ജനം പെട്ടെന്നൊരു സൂര്യോദയം കാണുമ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ, അത് വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു ജനതയ്ക്ക് അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വെളിച്ചം കിട്ടാൻ. തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ വിഷയം നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു മതഭരണത്തിന്റെ കീഴിൽ അടിച്ചമർത്തി ജീവിച്ചിരുന്ന അവിടുത്തെ സ്ത്രീകള്, അവര് ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ തട്ടമൊക്കെ ഊരി അതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ദൃശ്യങ്ങളും അതുപോലെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് രംഗത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല. ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യുദ്ധം തോൽക്കുമോ അതോ ജയിക്കുമോ എന്ന് നമുക്ക് ആരും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. എന്നിട്ട് പോലും ആ ഒരു പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവര് അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുമ്പോൾ, അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് എത്രത്തോളം വിനിയോഗിക്കുമെന്ന് ശരിക്കും നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ആ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ. അതായത് കുട്ടികളെ ജനിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട്, അവർ വിദ്യാഭ്യാസം അവർ നേടാൻ പാടില്ല, അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരാൻ പാടില്ല, അല്ലെങ്കിൽ മികച്ച ഒരു ജോലി നേടാൻ പാടില്ല, വീട്ടിൽ ഒരു ജോലി ചെയ്യാനും കുട്ടികള് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഉപകരണം, അതിനുവേണ്ടി മാത്രം ഉണ്ടായ ഒരു വിഭാഗമായിട്ടാണ് സ്ത്രീകളെ അവിടെ കണ്ടിരുന്നത്, റോജി പറഞ്ഞ പോലെ. അപ്പൊ ശരിക്കും ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും ആ ഒരു സ്വാതന്ത്ര്യം ഇനി രുചിക്കാൻ പോകുന്നത് ശരിക്കും സ്ത്രീകൾ തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അവിടെ ഉള്ള കുട്ടികളായാലും ശരി, പുരുഷന്മാരായാലും ശരി, എല്ലാം ആ ഒരു ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ വലിയൊരു വസന്തം പൂക്കാൻ പോവുകയാണ്. ആ രാജ്യം അവിടുത്തെ ഒരു ത്രെട്ട്, അതായത് ലോകത്തിനുള്ള ഒരു ത്രെട്ട് ഒഴിവാകുമ്പോൾ പശ്ചിമേഷ്യയിൽ ആദ്യം വലിയൊരു സമാധാനം വരും. അതോടുകൂടി ലോകം മുഴുവനും വലിയൊരു സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. അതൊരു വലിയൊരു പ്രതീക്ഷയുടെ ഒരു ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അതെല്ലാം നടക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. ആ വാക്ക് ചിലപ്പോൾ തിരിച്ചെടുക്കേണ്ടി വരും. ശരിയാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാകും എന്നുള്ളൊരു ഇത് കണ്ടിട്ടാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം എന്താണ് ചെയ്യേണ്ടത്? ആ രാജ്യത്തിന്റെ വളർച്ചയിൽ ആദ്യം ശ്രദ്ധിക്കുക, അവിടുത്തെ പൗരന്മാരെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാമെന്ന് ശ്രദ്ധിക്കുക. ഈ രാജ്യത്തിന്റെ സ്വന്തം വളർച്ചയും പൗരന്മാരുടെ വളർച്ചയും ശ്രദ്ധിച്ച് ആ രാജ്യം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഒന്നും എത്തത്തില്ലായിരുന്നു. അതേസമയത്ത് മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ഇതുപോലുള്ള അടികളും തിരിച്ചടികളും പല പ്രദേശത്തുകളിൽ നിന്നും വരികയും അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയതും. ഇതിന് മുന്നത്തെ ക്ഷാഭരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടൈംസിലായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അതുപോലെ മുന്നോട്ട് പോവുകയായിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. ഇനി അതല്ല വന്നെങ്കിൽ തന്നെ സമാധാനത്തിലൂടെ, സമാധാന ചർച്ചകളിലൂടെ പല വിധേന ഈ ഒരു അറ്റംപ്റ്റ് ഒക്കെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അതിനൊന്നും പോയില്ല എന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് അവിടുത്തെ ജനതയ്ക്ക് ഒരു സ്വാതന്ത്ര്യത്തിൽ എത്താനുള്ളൊരു, തീർച്ചയായും യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ആ നടക്കുന്നതെങ്കിൽ സമാധാനം എന്തായാലും വരിക തന്നെ വേണം എന്ന ഒരു പക്ഷം തന്നെയാണ് ജോയ്സ് ഇപ്പോൾ പറഞ്ഞത്. എന്തായിരുന്നു അഭയ കഴിഞ്ഞ ആഴ്ചയിൽ?
തീർച്ചയായും റോജി, ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമായ, പ്രത്യേകിച്ച് കേരളത്തിന്, മലയാളികൾക്ക് അഭിമാനമായി മാറിയ സഞ്ജു സാംസന്റെ 2020 വേൾഡ് കപ്പ് വേദിയിലെ ആ ഒരു വിശ്വാസ സാക്ഷ്യം, അതായിരുന്നു ഈ ആഴ്ച എൻ്റെ ചങ്കിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച, അല്ലെങ്കിൽ ചങ്കിൽ തട്ടിയ വാർത്ത എന്ന് തന്നെ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ച വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആ ഒരു ഇഞ്ചോടിഞ്ച് ഉള്ള പോരാട്ടത്തിൽ ബാറ്റ്മാൻമാരെല്ലാം ഔട്ടായി പോയി നമുക്കൊരു പ്രതീക്ഷയില്ലാതെ നിന്ന സാഹചര്യത്തിലാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിക്കൊണ്ട് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറി 50 പന്തിൽ നിന്നും 97 എന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തിക്കൊണ്ട് സഞ്ജു സാംസൺ വലിയൊരു പ്രതീക്ഷയോടെ ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് നയിച്ചത്. അപ്പോൾ അതിനുശേഷം ആ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കുരിശു വരച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ നോക്കുന്ന സഞ്ജു സാംസനെ ലോകം മുഴുവൻ കണ്ടു. സോഷ്യൽ മീഡിയയിലാകട്ടെ, മറ്റ് എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലാകട്ടെ വളരെ തരംഗമായി മാറിയ ദൃശ്യങ്ങളായിരുന്നു അത്. അതിനുശേഷം മാൻ ഓഫ് ദ മാച്ചായി അതിനുശേഷം നൽകിയ ഇന്റർവ്യൂവിലാണെങ്കിലും സഞ്ജു പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ വളരെയധികം തഴയപ്പെട്ട, അല്ലെങ്കിൽ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ കണ്ട് പ്രതിസന്ധികൾ നേരിട്ട് വന്ന ഈ വഴികളിൽ തന്നെ ഇത്തരം വലിയൊരു ഈ ഒരു നേട്ടത്തിന് തന്നെ കൈവരിക്കാൻ സഹായിച്ചത് സർവശക്തനായ ദൈവമാണ്, ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ സഞ്ജുവിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം റൂമിലെത്തിയ സഞ്ജു ക്രൂശിത രൂപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ തിരുഹൃദയത്തിന് മുമ്പിൽ മുട്ടുകുത്തി നന്ദി പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും എല്ലാം സഞ്ജുവിനെ പിന്തുടർന്ന മാധ്യമങ്ങൾ പങ്കുവെച്ച് അങ്ങനെ ലോക ശ്രദ്ധ ആകർഷിച്ച നിമിഷങ്ങളായിരുന്നു. അപ്പോൾ സഞ്ജു മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, താൻ വളരെ വലിയൊരു വിശ്വാസിയാണ്, പക്ഷെ അത് പരസ്യമായി ഇങ്ങനെ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല താൻ. പക്ഷെ ആ ഒരു മൊമെന്റിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും തനിക്കത് പ്രകടിപ്പിക്കാൻ സാധ്യമാകാതെ പോയൊരു സാഹചര്യമായിരുന്നു അതെന്ന്. അപ്പോൾ അത്രമാത്രം വലിയൊരു വിശ്വാസ സാക്ഷ്യം തന്നെ പിന്തുണച്ച പലർക്കും പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാതെ വന്ന് ഒത്തിരി ജയപരാജയങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും തന്നെ പിന്തുണച്ചവർ പോലും തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും താൻ ഫൈറ്റ് ചെയ്ത് നേടി ഇന്ന് ആ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ തന്നെ സഹായിച്ചത് തൻ്റെ ദൈവമാണ്, താൻ വിശ്വസിക്കുന്ന തൻ്റെ ദൈവമാണ് എന്ന് ഉറക്കെ പ്രഘോഷിച്ച സഞ്ജുവിന്റെ ആ വിശ്വാസ സാക്ഷ്യം. ഇതുപോലൊരു വിശ്വാസ സാക്ഷ്യം നമ്മൾ 2020 വുമൻസ് വേൾഡ് കപ്പ് വേദിയിൽ ജെമിമ റോഡ്രിഗസിന്റെ വലിയൊരു വിശ്വാസ സാക്ഷ്യം നമ്മൾ കണ്ടതായിരുന്നു. അതിനുശേഷം മലയാളിയായ സഞ്ജു സാംസന്റെ ഈ ഒരു വിശ്വാസ സാക്ഷ്യം വളരെയധികം ഹൃദയസ്പർശിയായി മാറിയ ഒന്നാണ്. അത് ഇനിയുള്ള യുവതലമുറയ്ക്കായിക്കോട്ടെ, ഏതൊരു വേദിയിലും തങ്ങളുടെ വിശ്വാസ സാക്ഷ്യം മുറുകെ തുറന്ന് ഉറക്കെ പ്രഘോഷിക്കുവാനുള്ള ഒരു കരുത്തും പ്രചോദനവുമായി സഞ്ജുവിന്റെ ഈ ഒരു പ്രകടനം മാറുകയുണ്ട്. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവ്, അത് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു വർഷമായിട്ട് ഫോമിലല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു സഞ്ജു എന്ന് പറയുന്നത്. പക്ഷേ ഒരു വർഷത്തെ കഠിനമായ പ്രയത്നം, അത് തന്നെയുള്ള ഒരു ഉത്തരം തന്നെയാണ് ലഭിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ സഞ്ജു നന്ദി പറഞ്ഞത് ഈ ലോകത്തിന് മുഴുവൻ വലിയൊരു മാതൃകയായി മാറി അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ബലം അത് എന്തായാലും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മറ്റേ സിവിൽ സർവീസ് പാസ്സായ ഒരു പെൺകുട്ടി, ആ കുട്ടിയാണെങ്കിലും പറയുന്നത് കൊന്ത ജപമാല മുറുകെ പിടിച്ചത് കൊണ്ടുണ്ടായ ഒരു വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പ്രാർത്ഥനയുടെ ആ ഒരു ബലത്തിൽ നേടിയെടുത്ത പല വിജയങ്ങളും പല സ്പോർട്സിൽ ഉള്ള പല വ്യക്തികളും, നമുക്കറിയാം മെസ്സിയൊക്കെ എപ്പോഴും കളിക്കളങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ശരിക്കും നമ്മളിപ്പോൾ ഇറാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷയ്ക്ക് ഉള്ള ഒരു വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ശരിക്കും അത് ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന വിജയം അത് വല്ലാണ്ട് സസ്റ്റെയിൻ ചെയ്യും. മറ്റുള്ള വിജയങ്ങളൊക്കെ ചിലപ്പോൾ ശാശ്വതമായിക്കോണമെന്നില്ല, ടെമ്പററി ആയിരിക്കും. പക്ഷേ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കും എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ സഞ്ജു ആണെങ്കിലും ജമീമയാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി മാറുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. മൈതാനിയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞ ഒരു സഞ്ജു സാംസനെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു അല്ലേ? തീർച്ചയായും റോജി, നമുക്കറിയാം തൻ്റെ വിശ്വാസം അല്ലെങ്കിൽ തനിക്ക് ഇത്രയും വലിയൊരു വിജയം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച അത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കണം എന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം പല തരത്തിലുള്ള വിമർശനങ്ങളാണ് സഞ്ജു സാംസണെതിരെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് അയാളുടെ സന്തോഷം അല്ലെങ്കിൽ അയാൾക്ക് അത്രമാത്രം ഒരു വിജയം നൽകിയ മൊമെന്റിൽ അയാൾ എപ്രകാരം പ്രതികരിക്കണം എന്നതിന് പോലും ചട്ടങ്ങളുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. തീർച്ചയായും ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽമെറ്റ് വലിച്ചെറിയരുത്, അതുപോലെ ബാറ്റ് വലിച്ചെറിയരുത് എന്നുള്ളതൊക്കെ. പക്ഷേ ആ സമയത്തെ വർഷങ്ങൾ നീണ്ടുനിന്ന സഞ്ജു സാംസന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായിരുന്നു ആ മൈതാനിയിൽ വിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ നിമിഷം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും തൻ്റെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്ത് മാറ്റുകയും ബാറ്റ് മാറ്റിവെക്കുകയും എല്ലാം സർവശക്തനായ ദൈവത്തിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്
ചിലപ്പോൾ നിയമപരമായി നോക്കുകയാണെങ്കിൽ തെറ്റായിരിക്കാം, അതുകൊണ്ട് തന്നെ മാച്ച് ഫീസിന്റെ പകുതിയോളം അടയ്ക്കേണ്ടിയും വന്നു. പക്ഷേ ദൈവത്തെ പ്രകീർത്തിക്കാൻ കാണിച്ച ആ മനസ്സിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ശരിക്കും എനിക്ക് തോന്നുന്ന വേറൊരു കാര്യമാണ്, അതായത് ഇങ്ങനെയുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു ബാധകമാകുന്നില്ല പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസം വിളിച്ചു പറയുന്നതിൽ എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഐ ഡോണ്ട് കെയർ, അതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു സാഹചര്യം വെച്ച് ഇതുപോലൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വിമർശിക്കാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. വിമർശിക്കുന്നവരായിക്കോട്ടെ, അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമ്മളത് മൈൻഡ് ആക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. അത് തന്നെയാണ് ശരിക്കും ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മറുപടി. അതായത് ഇപ്പൊ നമ്മളൊരു വേറൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും വിമർശിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും, ആയിക്കോട്ടെ എന്ന് വെക്കുക. അല്ലാതെ അവരുടെ വായടപ്പിക്കാനായിട്ട് നമ്മൾ മെനക്കെട്ട് നമ്മുടെ ടൈം കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഭയങ്കര മടിയാണ്. അതായത് റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷേ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട്. അതിനൊക്കെ വലിയൊരു ഉത്തരം നൽകുന്ന ഒന്നുകൂടിയായി മാറുകയായിരുന്നു സഞ്ജു സാംസൺ എന്ന് വേണം പറയാൻ. അലീന, കഴിഞ്ഞ ദിവസം എന്റെ ചങ്കി തട്ടിയ ഒരു വാർത്തയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ്. ആ പ്രഖ്യാപനം ഇതിനു മുമ്പൊക്കെ പല രാജ്യങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു നമ്മുടെ സംസ്ഥാനത്ത് കർണാടകയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംസ്ഥാനത്ത് രൂപീകരിക്കുന്നത്. അപ്പം അതിൽ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല കുട്ടികളും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അഡിക്ഷൻ രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ കഴിവുകൾ കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടുകളെ കുറിച്ചോ ഒന്നിനെ കുറിച്ചൊരു അറിവില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. കാരണം ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം, ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ പഠന മേഖലയോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവ സവിശേഷതകളിൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതെന്നാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ മാതാപിതാക്കളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവരുടെ സ്വഭാവം, അവരെ നല്ല രീതിയിലുള്ള സ്വഭാവത്തിൽ നിന്ന് അവര് മറ്റുള്ളവരെ അക്രമാസക്തമായിട്ട് അവരോട് പെരുമാറുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു സാമൂഹ്യ മാധ്യമം അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇത് തന്നെയാണ്. അതേപോലെ പഴയ കാലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർക്ക് നമ്മുടെ അയൽവാസികൾ ആര് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഏത്, സ്നേഹം എന്ത് എല്ലാം അറിയാമായിരുന്നു. കുട്ടികൾക്ക് ആ ഒരു കൂടുതലായിട്ട് മറ്റുള്ളവരായിട്ടൊരു ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നു വരവോടെ അവര് റിയാലിറ്റിയിൽ നിന്ന് മാറുകയാണ്, ഒരു ഫാന്റസി വേൾഡിലാണ്. ഇതാണ് ലോകം എന്നുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പം ബന്ധങ്ങളില്ല, അയൽവാസി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതറിയത്തില്ല, പേരൻസിനോടുള്ള ഒരു കടമകളും കാര്യങ്ങളും എല്ലാം മറക്കുന്നു. അതുപോലെ പണ്ടത്തെ ടീച്ചേഴ്സിനോടൊക്കെ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും ഒക്കെ അടിയും തൊഴിയും അങ്ങനത്തെ രീതിയിലേക്ക് ഒരു അക്രാസക്തമായിട്ട് തന്നെ അത് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഇതെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒരു ഇടപെടലിലൂടെ തന്നെയാണ് സംഭവിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ നമുക്ക് കാണാൻ കഴിയും കുട്ടികളൊക്കെ ഈ ബ്ലൂ വെയിൽ പോലുള്ള ഗെയിംസുകളിലൊക്കെ അഡിക്ഷൻ ആയിട്ട് അവർ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ അവർ എന്തും ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവര് ചിലപ്പോൾ മാതാപിതാക്കൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് എന്താ പറയുക, ഈ ഒരു പ്രഖ്യാപനം കടന്നു വന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരുപാട് പിള്ളേരുടെ ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാമൂഹികമായിട്ട് കുറച്ചും കൂടി ബന്ധം പുലർത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതേപോലെ കർണാടകയെ പോലെ തന്നെ കർണാടക ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതേപോലെ ആന്ധ്രാപ്രദേശിലും ഇപ്പം ഈ ഒരു പ്രഖ്യാപനം വരികയാണ്. 90 ദിവസത്തിനകം ഇതേപോലെ പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ റിയൽ അല്ല റീൽ എന്ന കാര്യം നമ്മുടെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമേ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അടുത്ത് കൊണ്ടുചെന്നു. അപ്പോൾ ഈ കൊച്ചിൻ്റെ വിരൽ എപ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി തോന്നും. കാരണം ഈ റീല് നോക്കി കൊച്ച് അങ്ങനെ ആയിപ്പോയി, കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മാനസിക നില തന്നെ ഒരു റീല് കാണുന്ന ജീവിതത്തിലേക്ക് മാറിപ്പോയി. ഇപ്പോൾ ഫോൺ വേണമെന്നില്ല, എന്നാലും റീല് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ കുട്ടികളെയൊക്കെ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒന്ന് മാറ്റണം. അത് പാരന്റിങ് വലിയൊരു കടമ അവിടെ നിർവഹിക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായും റോജി. പലപ്പോഴും മാതാപിതാക്കളെ അറിയാതെ പോകുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട്. തൻ്റെ കുട്ടി ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ സമയമില്ലാത്ത മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ കൊറിയൻ സീരീസ്, കൊറിയൻ വേൾഡിലേക്ക് പോയി അഡിക്റ്റഡ് ആയ ഒരു സെറ്റ് ഓഫ് കുട്ടികളെയും അതിന്റെ അനന്തരഫലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആത്മഹത്യകൾ. അതുപോലെ തന്നെയാണ് ഈ ഫോൺ മാറ്റി വെക്കുന്നു. ഇപ്പോൾ പാരന്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ വന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ,
അത് താങ്ങാൻ പറ്റാതെ ഫോൺ മാറ്റി വെച്ചു, ഫോൺ തരുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുന്ന എത്ര കുട്ടികളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു പരിധി വരെ ഈ ഫോണിന്റെ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ നേരത്തെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കേണ്ടതിൽ പാരന്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പെട്ടെന്ന് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റി വെച്ച് ഇനി ഫോൺ നീ ഉപയോഗിക്കേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രത്യാഘാതത്തിലേക്കായിരിക്കും പോകുക. അതിന് പകരം വളർച്ചയുടെ ചുട്ടയിലെ ശീലം ചുടലോ അല്ലെങ്കിൽ മുളയിലേ നുള്ളേണ്ട കാര്യങ്ങൾ മുളയിലേ നുള്ളി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് വന്ന് ഒരു കാര്യം നിയന്ത്രിക്കുമ്പോഴാണ് അമ്മയെ തല്ലിയ മക്കൾ ജനിച്ചു തുടങ്ങുന്നത്, അല്ലെ? ശരിക്കും ഇപ്പത്തെ പക്ഷെ നമ്മൾ പറയുമ്പോൾ രണ്ടു സൈഡും പറയണമല്ലോ. അപ്പം ഇപ്പത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എല്ലാം ഒരു ഡിജിറ്റൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം അതിപ്പം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പരിധി കൂടുതൽ നമുക്കിത് തടയുക എന്നുള്ളതും ഒരു വലിയൊരു വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള പല മെറ്റീരിയലുകളും ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ ചെയ്യുന്ന പല പ്രൊജക്റ്റുകളും കാര്യങ്ങളാണെങ്കിലും ശരി, അത് ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനം നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് അവരുടെ ഒരു വിദ്യാഭ്യാസ മേഖലനെ ആയാലും ശരി, അല്ലെങ്കിൽ അവരുടെ മറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡിനെയും എത്രത്തോളം ബാധിക്കും എന്നുള്ളതും ഒരു സംശയം തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ഗോവയിലും അതുപോലെ ഇപ്പം പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശിലും ഒക്കെ ഇതുപോലുള്ള നിയമങ്ങൾ വരുമ്പോൾ, ഇനിയിപ്പോൾ ഒരുപക്ഷെ കേരളത്തിലും വന്നാൽ തന്നെ അതൊക്കെ രണ്ട് സൈഡും വ്യക്തമായി പഠിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ആരെയും ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ സാമൂഹ്യ മാധ്യമത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലോകത്ത് താമസിക്കുന്ന ഒരാളെ അറിയാൻ കഴിയില്ല, പക്ഷേ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും പരിചയം. നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള അപ്പനോടോ അമ്മയോടോ അയലോക്കാരോടോ ഒന്നുമല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എവിടെയോ കിടക്കുന്ന ഇന്ന് വരെ കാണാത്ത ഒരാളോടായിരിക്കാം പലപ്പോഴും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അവർ അപ്പോഴത്തെ മനസ്സ് എങ്ങനെയാണോ അവരതിനൊരു കാര്യം പറഞ്ഞു തരികയും അതിനനുസരിച്ച് പിള്ളേർ പോയി ആത്മഹത്യ ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത പോക്കാണ് ഈ ലോകത്തിൻ്റെത് എന്നെന്ന് മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് മരണം എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ തേടി വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 28-ാം തീയതി അങ്കമാലിയിൽ വെച്ച് ടെൽക്കിൽ വെച്ച് ഒരു അപകടമുണ്ടാവുകയും അവിടെ ജസ്ലിയ ജോൺസൺ എന്ന് പറയുന്ന 19 വയസ്സുകാരി മരിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് ജസ്ലിയയുടെ 4 അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും അതിലൂടെ 4 പുതിയ ജീവൻ ഉണ്ടാവുകയും 4 പേർക്ക് പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്ത വല്ലാത്തൊരു സംഭവം നമ്മൾ കാണുകയുണ്ടായി. അവയവദാനം എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് വല്ലാതെ കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ തിരിച്ചറിയാൻ ആളുകൾ കാണിക്കുന്ന വല്ലാത്തൊരു മനസ്സുണ്ട്. ഇപ്പോൾ അവയവദാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു അവയവം മുറിച്ചുകൊണ്ട് പോവുകയാണോ എന്നെ ഈ പരിപാടി എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആരും ഇതിന് തയ്യാറാകാറും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇങ്ങനെ കാണുന്ന ചില സംഭവ വികാസങ്ങളിലൂടെ വലിയ ഒരു പ്രചോദനമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇനിയും അവയവ ദാനം ചെയ്യാൻ വേണ്ടി നിരവധി ആളുകൾ കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്ലിയയുടെ അമ്മയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സിസ്റ്റത്തെ നോക്കി അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ ഇതുവരെ പ്രതിയെ പിടികൂടാതിരുന്നത്? ആ ചോദ്യം നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന് നേരെയുള്ള വലിയൊരു ചോദ്യമായിരുന്നു. അത് ഓരോ വ്യക്തികളോടുമുള്ള ഒരു ചോദ്യമായിരുന്നു. ഞങ്ങൾക്ക് പണമില്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി ഈ നാട്ടിൽ ലഭിക്കില്ലേ എന്ന ചോദ്യം. ആ ചോദ്യം ചോദിച്ചത് നമ്മളോട് ഓരോരുത്തരോടും തന്നെയാണ്. 5-ാമത്തെ ദിവസമാണ് ആ പ്രതിയെ പോലീസ് പിടികൂടിയത്. എന്നാലും പോലീസ് പിടികൂടി എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ജസ്ലിയ ഇന്നും ഒരു നൊമ്പരമായി ഓരോ മലയാളികളുടെ മനസ്സിലും അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും റോജി, ഒരു അവയവദാനം എന്ന് പറയുന്നത് വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല അതിൽ. ശരിക്കും അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ജീവൻ എടുത്തിട്ടാണ്, അതായത് മറ്റൊരാളുടെ അശ്രദ്ധ മൂലം അവിടെ ഒരാളുടെ ജീവൻ എടുത്തിട്ടാണ് ബാക്കി 4 പേർക്ക് ഒരു ജീവിതം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു അശ്രദ്ധ, അത് ഓക്കെ, ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ മറ്റ് 4 പേർക്ക് ഒരു ജീവിതം, ഒരു പ്രതീക്ഷ ലഭിച്ചു.
പക്ഷെ അത് ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷയും അവരുടെ ഒരു എല്ലാം അവിടെ തീരുകയാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവരുടെ ഒരു കുടുംബത്തിന്റെയും കാര്യങ്ങളും എല്ലാം അവിടെ അവസാനിക്കുകയാണ്. അവരുടെ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെ അവിടെ അസ്തമിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ശരിക്കും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ റോഡുകളിലുള്ള മത്സരയോട്ടവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിന് നമ്മുടെ സിസ്റ്റം ശരിക്കും വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യം സംശയിക്കാതെ പറയേണ്ടതാണ്. സിസ്റ്റം തകരാറെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. ഒരു ഡോക്ടറാണ് ജസ്ലയെ വാഹനാപകടത്തിന് ഇരയാക്കിയത് എന്നുള്ളത്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ തന്നെ എത്ര അശ്രദ്ധമായിട്ടാണ് അപ്പോൾ വഴിയിൽ കൂടി വാഹനം ഓടിച്ചിട്ടുണ്ടാവുക എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഡോക്ടറെ പിടിക്കാൻ പോലീസ് ഇത്രയും ദിവസം എടുത്തു, ആ കുടുംബത്തിന് കണ്ണീരൊക്കെ നമ്മൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടറാണ് ഇത് ചെയ്തത് എന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ജീവൻ സംരക്ഷിക്കേണ്ട ഡോക്ടേഴ്സ് തന്നെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കാൻ ഓരോ കുടുംബവും അവരുടെ വേണ്ടപ്പെട്ടവരെ സുരക്ഷിത കരങ്ങളിലാണെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ഓരോ ഡോക്ടേഴ്സിന്റെയും കൈകളിലാണ്. ഭൂമിയിലെ ദൈവമായിട്ടാണ് പലപ്പോഴും പലരും ഡോക്ടേഴ്സിനെ കാണാറുള്ളത്. അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ ഇപ്രകാരം പ്രവർത്തിക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം തകരാറുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ കൈപ്പിട കൊണ്ട് സംഭവിച്ച ഒരു നിരയോളം കേസുകൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഒന്നും ഇതുവരെ നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടില്ല. എല്ലായിടത്തും നമ്മുടെ സിസ്റ്റം ഇങ്ങനെ തകരാറ്. അതെ, തീർച്ചയായിട്ടും ആ ജിസ്ലയുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ, അയാൾ ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ ഒന്ന് എടുത്ത് ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന്. തീർച്ചയായും, അതായത് പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ആ പ്രതിസന്ധി എന്താണ് എന്ന് തിരിഞ്ഞു നോക്കില്ല, മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിക്കാറുമില്ല. പലപ്പോഴും പേടിച്ച് ഓടുകയാണ് പതിവ്. ഇപ്പോൾ നമുക്ക് ഒരു ജോലി പെട്ടെന്ന് ഒരാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പേടിച്ചോടുന്ന ഒരു സംഭവം നമ്മൾ പലർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പേടിച്ചോടിക്കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വതമായ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. പേടിക്കാതെ തിരിഞ്ഞു നിന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കിയാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുള്ളൂ. ഞാനൊരു കഥ പറയാം. അയാൾ അന്ന് വളരെ താമസിച്ചാണ് ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഇന്ന് ഉള്ള പോലെ പാതകളിൽ വഴിവിളക്കുകളോ അലങ്കാര ദീപങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ അയാൾ മെല്ലെ മുന്നോട്ട് നീങ്ങി. ചുറ്റിനും ചീവീടുകൾ കരയുന്നുണ്ട്. ആ ഉച്ച കേട്ട് അയാൾ മുന്നോട്ട് നീങ്ങി. പതിയെ അദ്ദേഹത്തിൻ്റെ നടത്തത്തിന് വേഗത കൂടി. അപ്പോൾ ആരോ തന്നെ പിന്തുടർന്നതായി അയാൾക്ക് തോന്നി. എന്തോ കിലുങ്ങുന്ന ശബ്ദവും. അയാൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ശബ്ദമായി തന്നെ ആ കിലുക്കം കൂടി വന്നു. അയാൾ ഓടാൻ തുടങ്ങി. അപ്പോൾ ആ കിലുക്കം പിന്നാലെ ഓടി വരുന്നത് പോലെ പൈശാചികമായ എന്തോ ഒന്ന് തന്നെ പിന്തുടരുന്നതായി അയാൾക്ക് തോന്നി. പേടികൊണ്ട് ശരീരം മുഴുവൻ വിയർക്കാൻ തുടങ്ങി. മാത്രമല്ല കൈയും കാലും തളരാനും തുടങ്ങി. അയാൾ ഓടി ചെന്ന് അയാളുടെ വീടിന് മുന്നിലേക്ക് ആർത്തലച്ച് വീണു. അതിനുശേഷം തിരിഞ്ഞു നോക്കി, ഒന്നും കാണാനില്ല. ഇപ്പോൾ ആ ശബ്ദവും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ സഞ്ചിയിൽ നിന്നും ഒരു പാത്രം മുറ്റത്തേക്ക് തെറിച്ചു വീണു. അതിൽ നിന്ന് ഒരു സ്പൂണും, അയാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയ പാത്രമായിരുന്നു അത്. അതിൽ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ നടന്നപ്പോൾ ആ ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒന്ന് തിരിഞ്ഞു നിന്ന് അത് എന്താണ് എന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാകില്ലായിരുന്നു. പലപ്പോഴും നമ്മളും ഇതുപോലെ തന്നെയാണ്. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അവിടെ നിന്ന് ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എന്താണ്, ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് നോക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് മുന്നേറട്ടെ. ഓരോ പടിയും വിജയത്തിലേക്ക് തന്നെ ആവട്ടെ. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.